ഹേ ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഈ വീടുണ്ടാക്കി ഇന്റീരിയർ വർക്കും തീർത്തു. ഞാൻ ഓഫ് ക്യാമറയിലിരുന്ന് 2 ഫ്ലാഗ് വെച്ചിട്ടുണ്ട് വീടിന്റെ മുകളില്. ഇവിടെ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി വരാനൊരു എൻട്രൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ബേസിന്. ഇന്ന് നമ്മള് ഈ ഭാഗത്തായിട്ട് ഒരു മൈനിങ് ഏരിയയുടെ എൻട്രൻസ് സെറ്റ് ചെയ്യണം. അപ്പൊ പ്രത്യേകിച്ച് പ്ലാനൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എന്താണ് മൈൻഡിൽ വരുന്നത് അതുണ്ടാക്കാം. നമുക്കത് ഈ ഡർട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഡർട്ടൊക്കെ മാറ്റിയിട്ട് ഈ സ്റ്റോണും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അവിടെ ഡേർട്ടാക്കാം. എന്തായാലും ഈ കോളും അയണും കൂടി എടുക്കണം. ഇനി നമുക്കിവിടെ ഡേർട്ട് ഫില്ല് ചെയ്യാം. ഡേർട്ട് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് പുറത്തെടുക്കാം. ഇവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങാം. അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട്. നമുക്ക് സെന്ററില് ഡബിൾ ഡോർ വെക്കാം. അടുത്ത പില്ലർ ഇവിടെ ആയിട്ട് വരും. 3, 4, 5 ഒരെണ്ണം കൂടി ഹൈറ്റ് കൂട്ടാം നമുക്ക്. ഞാൻ എൻ്റെ സ്കാഫ് ഫോൾഡിങ് എടുത്തിട്ട് വരാം. ഇവിടെയും കൂടി വെക്കാം. ഇവിടെ ക്ലോസ് ചെയ്യാം നമുക്ക്. മുകളിലും കൂടി വെക്കാം. അപ്പോൾ കുഴപ്പമില്ല. ഞാൻ ഒന്ന് കിടന്നുറങ്ങിയിട്ട് വരാം, എന്നിട്ട് ബാക്കി പണി ചെയ്യാം. 2 കോബിൾ സ്റ്റോൺ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് പോവാം. 2 സ്റ്റോണും ആവശ്യമുണ്ട്. ഞാൻ പിന്നെ വൈറ്റ് ബെഡ് മാറ്റി റെഡ് ബെഡ് ആക്കിയിട്ടുണ്ട്, കാർപ്പറ്റിനോട് മാച്ച് ചെയ്യാൻ. സ്റ്റോൺ ആയി നോക്കാം. സ്റ്റോൺ ആയിട്ടുണ്ട്. 2 ബട്ടൺ ഉണ്ടാക്കി ആ ബൾജ് ചെയ്ത് നിൽക്കണ വുഡും വയ്ക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു ആർച്ച് പോലെ കൊണ്ടുവരാം. അത് എൻട്രൻസ് ഒന്ന് കുഴിച്ചിട്ടാ. ഇതായിരിക്കും നമ്മുടെ എൻട്രൻസ് വരാൻ പോണത്. നമുക്ക് ഇത് മാറ്റി നോക്ക്. ഈ അടിയത്തെ ബ്ലോക്ക് മാറ്റി നമുക്ക് ബാരൽ വെക്കാം. അത് ഭയങ്കര പ്ലെയിൻ ആയ പോലെ. നമുക്കവിടെ ബാരൽ വെച്ച് നോക്കാം. ബാരൽ ഉണ്ട് എൻ്റെ പെട്ടിയിൽ. ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണം പോരാ, ഒരെണ്ണം കൂടി വേണം. അതുമായിട്ട് നമുക്കൊരു ക്രാഫ്റ്റ് ടേബിൾ എടുത്ത് കയ്യിൽ പിടിക്കാം. എപ്പോഴെപ്പോഴും വീട്ടിൽ കൂടി വരണ്ടല്ലോ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലേ? ഉണ്ടാക്കാം. ഇത് രണ്ടും അടിയിൽ വെക്കാം. ഇങ്ങനെയല്ല,
മുകളിലേക്ക് വെക്കണം. ചാടി വെച്ച കറക്റ്റ്. ഇപ്പോൾ കറക്റ്റ്. സ്പ്രൂസ് കൊണ്ട് ട്രാപ്പ് ഡോറും സ്റ്റെയറൊക്കെ ഉണ്ടാക്കി ഒരു ആർച്ച് രൂപത്തിൽ സെറ്റ് ചെയ്യണം. ട്രാപ്പ് ഡോർ എൻ്റെ ചെസ്റ്റിൽ കുറച്ചുണ്ടെന്ന് തോന്നുന്നു. സ്റ്റെയറും ഉണ്ടാവും ചിലപ്പോൾ, നോക്കട്ടെ കേട്ടാ. അവിടെ നോട്ടെ, ഉണ്ടെങ്കിൽ വെറുതെ ഉണ്ടാക്കണ്ടല്ലോ. ഉണ്ട്, ഇവിടെ വയ്ക്കാം. ഒന്ന് ഇവിടെ മുതൽ വയ്ക്കാം, ഇവിടെ വയ്ക്കണ്ട. ഇവിടെ ഓക്കെ. ഇപ്പോൾ ഒരു ആർച്ച് രൂപത്തിലായിട്ടുണ്ട്. ഞാൻ 2 ഫെൻസ് എടുത്തിട്ടുണ്ട്. അത് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ലാൻഡ് തൂക്കിയിടാം. മുകളിലല്ല, അടിയിൽ. ഇവിടെ ഒന്ന് ഇപ്പുറത്തും കൂടി വെക്കണമായിരുന്നു. അവിടെ ഫെൻസ്, ഈ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ഫെൻസ് വെക്കാം. ഫെൻസ് ഗേറ്റ് 3 വെച്ചാൽ 3 മതിയാവില്ലേ? 2 മതി. ഇപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഇവിടെയും കൂടി സ്റ്റെയർ വെച്ചാലോ, സപ്പോർട്ടിങ് പോലെ. ഇപ്പുറത്തും വയ്ക്കാം. ഇപ്പൊ വലിയ കുഴപ്പമില്ല എന്ന് തോന്നണം. ഇവിടെ 2 ലാൻഡ് വെക്കണം. വേണ്ട, അത് ഓവറായി. നമുക്ക് ഓവറാക്കണ്ട. നമുക്ക് ഈ ചമരൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യണം. ഓക്ക് വെക്കണോ സ്പ്രൂസ് വെക്കണോ നോക്കണേ. 2 വെച്ച് നോക്കാം ആദ്യം. സ്പ്രൂസ് വെച്ചാൽ എല്ലാതും കൂടി ഒറ്റ കളറാവും. അപ്പോൾ ഡിഫറൻസ് മനസ്സിലാവില്ല. കുറച്ച് ടെക്സ്ചറും കൂടി ചെയ്യാം. ഓക്ക് വെച്ചിട്ട് നമുക്ക് സ്ട്രിപ്പ് ചെയ്യാം. ഇവിടെ സ്ട്രിപ്പ് ചെയ്യുക. ഇവിടെ കൂടെ വയ്ക്കാം. സ്ട്രിപ്പ് ചെയ്യുക. കുഴപ്പമില്ല. ഇനി നമുക്ക് ഉള്ളിലേക്ക് കുഴിച്ചിട്ട് 2 സൈഡിലും ഒരു സ്റ്റോറേജ് വെക്കണം, ചെറിയ സ്റ്റോറേജ്. അത് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ എൻ്റെ ബെഡ് എടുത്തു കൊണ്ടുവരാം അങ്ങോട്ട്. ഇപ്പോൾ ഇവിടെ തന്നെ കിടന്നുറങ്ങാമല്ലോ, വീട്ടിൽ എപ്പോഴും ഓടണ്ട. ഇനി നമുക്ക് ഉള്ളിലേക്ക് കുറച്ച് മൈൻ ചെയ്ത് മാറ്റിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു വലിയൊരു കുഴി എടുത്തിട്ടുണ്ട്. ഇത് അടച്ചില്ലേ? ഇതിന് നേരെ സെൻറ്ററിലായിരിക്കും നമ്മുടെ മൈനിങ് എൻട്രൻസ്. നമുക്ക് ഈ 2 സൈഡിലും ചെസ്റ്റ് വയ്ക്കണം. പിന്നെ ഈ ചുമരൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് വേറെ എന്തെങ്കിലും ബ്ലോക്ക് വയ്ക്കണം. ഇപ്പോൾ ബ്ലോക്ക് എന്തിട്ടാ വയ്ക്കാന്നൊരു ഇതില്ല. നമുക്ക് ഇവിടെ വെച്ച പോലെ തന്നെ ഓക്കെന്ന് വെച്ച് നോക്കാം. ഫ്ലോറ് നമുക്ക് കൊബിൾ സ്റ്റോണും മോസി കൊബിൾ സ്റ്റോണൊക്കെ വെച്ച് മിക്സ് ചെയ്തൊന്ന് ചെയ്യാം. ഇപ്പം ഈ വുഡ് തികയുമെന്ന് തോന്നണില്ല. തികഞ്ഞില്ലെങ്കിൽ ഞാൻ പോയിട്ട് മൈൻ ചെയ്തിട്ട് വരാം. ഉറങ്ങടാ. ഒരു സ്റ്റാക്ക് വിട്ട് ഒപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇവിടെ ടെക്സ്ചറിങ് ചെയ്യാം. അപ്പോൾ സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി റൂഫ് എന്ത് ചെയ്യുക? ഞാൻ ഇൻവെൻറ്റർ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം. സാധനങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ല. നമുക്ക് സ്പ്രൂസും ഓക്കും കൂടി മിക്സ് ചെയ്ത് വെക്കാം. റൂഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൈനിങ് ഏരിയയുടെ ഒരു ഫീൽ കിട്ടണില്ല. പക്ഷേ നമുക്ക് ആദ്യം ഫ്ലോറും ചെയ്ത് നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മൈനിങ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ ഫുള്ള് സ്റ്റോൺ ആക്കി. പണ്ടത്തെ നാട്ടിൻ കൊള്ളാൻ തോന്നണം. ഇനി ഇത് ഡയമണ്ട് ലെവൽ വരെ കുഴിക്കണം. പിന്നെ ഓരോ ലെവലിൽ ഓരോ എൻട്രൻസ് ഇടണം. അയൺ ലെവലിൽ ഒരു എൻട്രൻസ്, കോപ്പർ ലെവലിൽ ഒരു എൻട്രൻസ്, അങ്ങനെ എൻട്രൻസുകൾ ഇടണം. രാത്രി ഞാൻ ഒന്ന് കിടന്നുറങ്ങട്ടെ കേട്ടാ. അല്ലാ കുട്ടി തോമ്പി ഓടാ അവിടുന്ന്. അതോ എന്ത് സ്പീഡാ നോക്കി. ആ പന്നികാരനും ചാവുന്നുണ്ട്. ഷൂ ഓടാ. അല്ലാ അല്ലാ അല്ലാ, ഷീൽഡ് കാണാനില്ല. അല്ല പിന്നെ രക്ഷപ്പെടാൻ എന്തൊരു വഴി. പോടാ എത്ര കണ്ടേക്കണം നിന്നെ. എത്തില്ലേ ഇനി. പോടാ. ഗോൾഡ് ആർമറൊക്കെ ഇട്ട് വന്നേക്കവൻ. ഇവിടെ കുറച്ച് പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്നൊരു പാത്തും കൂടി സെറ്റ് ചെയ്യണം. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ സെറ്റ് ചെയ്യാം. ഇനി ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് ഫുള്ള് ഡയമണ്ട് ലെവൽ വരെ ആക്കി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എൻചാൻറ്റിങ് ടേബിളും പറ്റുകയാണെങ്കിൽ ഫുൾ ഡയമണ്ട് ആർമറും ആക്കണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്ര ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം.